നമസ്കാരം. ഈ നാടിന് ഇതെന്തു പറ്റി? ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ പോലും. കാരണം പിണറായി വിജയനെ പോലൊരു നേതാവ് ഈ നാട് ഭരിച്ചു മുടിച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെ അണികൾ പോലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഒരു പാർട്ടിയെയും ഒരു സർക്കാരിനെയും ഇത്രത്തോളം വെട്ടിലാക്കിയ മറ്റൊരു നേതാവും മറ്റൊരു മുഖ്യമന്ത്രിയും ഈ കേരള നാട് ഭരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് CPM-ൻ്റെ അടക്കമുള്ള അണികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. പിണറായി വിജയനെക്കുറിച്ച് CPM-ൻ്റെ പല നേതാക്കളും അണികളുമൊക്കെ അഭിമാന പുളകിതരായിരുന്നു ആ പേര് പറഞ്ഞപ്പോഴൊക്കെ. പക്ഷേ ഇന്നവർ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം കനത്ത പരാജയം ഏറ്റുവാങ്ങിപ്പിച്ചു കൊടുത്തിരിക്കുന്നു പാർട്ടിക്ക് പിണറായി വിജയൻ എന്നാണ് ഇപ്പോൾ അണികളടക്കം പറയുന്നത്. പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി നേരിട്ട് തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു CPM-ൻ്റെ പല നേതാക്കളും. പല ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്? പിണറായി വിജയനെപ്പോലൊരു മുഖ്യമന്ത്രിയാണോ കേരളത്തിന് ആവശ്യം എന്നുവരെ CPM-ൻ്റെതടക്കമുള്ള അണികൾ ആലോചനയിലാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? പിണറായി വിജയൻ ഒരു ഗ്ലോറിഫൈഡ് കൊടിസുനിയാണ് എന്നുള്ളത് അങ്ങനൊരു വാക്കുണ്ടായിരുന്നു. ആ വാക്ക് ആദ്യമായി 8 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഒരു ഗുണ്ട കേരളം ഭരിച്ചാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് അന്ന് ചിന്തിച്ചു നോക്കി. അതുതന്നെയാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയാതിരിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ കടുത്ത വിമർശനങ്ങളാണ് വരുന്നത്. മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചുവെന്നാണ് CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം എന്ന് പറയപ്പെടുന്നത്. ഈ പെരുമാറ്റ രീതി മാറ്റിയേ പറ്റൂ എന്നും ഇത് കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല എന്നും ഭരണവിരുദ്ധ വികാരം തോൽവിയിൽ ആഞ്ഞടിച്ചുവെന്നും CPM-ൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതികൾ കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതാണോ? ഒരിക്കലുമല്ല. ഈ പെരുമാറ്റം മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നതല്ലേ? അതാണ്. തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതാണെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഓരോ ജില്ലാ കമ്മിറ്റികളിലെയും വിമർശനം വരുമ്പോൾ അറിയുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത് എന്നും 30,000-ഓളം ഇടതു വോട്ടുകൾ പത്തനംതിട്ടയിൽ അടക്കം ചോർന്നു പോയിട്ടുണ്ട് എന്നും മന്ത്രിമാർക്ക് പാർട്ടി കത്ത് കൊടുത്തിട്ട് പോലും തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നും മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നൊക്കെയാണ് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റിയുടെ വിമർശനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പത്തനംതിട്ടയിൽ ഏകദേശം 30,000-ലധികം ഉറച്ച പാർട്ടി വോട്ടുകൾ ചോർന്നിരിക്കുന്നു. തോമസ് ഐസക്കിനെതിരെ ജില്ലാ നേതൃത്വത്തിലെ ചില മുതിർന്ന നേതാക്കൾ തോൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരെ പറഞ്ഞിരിക്കുന്നു. ആ തോൽവിയിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആ ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. ഇനി എറണാകുളത്തേക്ക് പോയാൽ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വരുന്നത്. മകൾക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് പാർട്ടി നൽകേണ്ടി വന്ന വിലയാണ് ഈ കനത്ത പരാജയമാണ് എന്നുള്ളത് ഏറ്റവും വലിയ വിമർശനം. വിശ്വസനീയമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയില്ല എന്നുള്ളതാണ്. അതാണ് പരാജയത്തിന് കാരണമെന്നാണ് ഈ യോഗത്തിൽ നേതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള വിമർശനങ്ങൾ ഇത്തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇടത് സർക്കാരിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാനും ഒപ്പം തന്നെ ഇങ്ങനെ ഒരു പരാജയത്തിൽ എത്തിക്കുവാനും കഴിഞ്ഞു എന്നുള്ള വിമർശനമുണ്ട്. 30 പേരാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്തില്ല അഭിപ്രായം പറയാം. അതിൽ 5 പേർ തങ്ങളുടെ അഭിപ്രായം ഇതുപോലെ എഴുതി നൽകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം പാളിപ്പോയി എന്നും ഹൈബീഡിനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥി ശക്തയായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ, ആ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരായിട്ടുള്ള ആരോപണം ഉയർന്നപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചത്? അതിൽ പാർട്ടിക്കും തനിക്കും പങ്കില്ലെന്ന് അന്ന് കോടിയേരി പറഞ്ഞിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെത് മാതൃകാപരമായിട്ട് നിലപാടായിരുന്നു എന്നുള്ളത് അംഗങ്ങളടക്കം പറയുകയാണ്. മകൾക്കെതിരെയും കരിമണൽ കമ്പനിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ ആരോപണം വരുന്നപ്പോൾ മുഖ്യമന്ത്രി ആ മാതൃക കാട്ടണമായിരുന്നു. അത് കാട്ടിയില്ല. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ലെന്നും ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരായിട്ട് മുഖ്യമന്ത്രി നടത്തിയത് അതിരുവിട്ട ആവശ്യമില്ലാത്ത വാക്കുകളാണ് എന്നൊക്കെ യോഗത്തിൽ വലിയ വിമർശനങ്ങളുണ്ട്. അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായിട്ടുള്ള വിമർശനത്തിന് സംഘടിത സ്വഭാവമുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് CPM സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എന്തൊരു കഷ്ടമാണിത്! ആക്ഷേപങ്ങൾക്ക് പാർട്ടിക്ക് അകത്തോ പുറത്തോ മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ട എന്നതാണ് നേതൃത്വത്തിലെ ധാരണ എന്ന് പറയപ്പെടുന്നത്. നേതൃമാറ്റ ആവശ്യം തള്ളിയ MP ഗോവിന്ദനാകട്ടെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നെടുംതൂണാണ് പിണറായി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പാർട്ടി നയങ്ങൾക്കും സർക്കാരിൻ്റെ പ്രവർത്തന രീതിക്കും മുഖ്യമന്ത്രിയുടെ ശൈലിക്കുമെതിരെ ആദ്യം പുറത്തും പിന്നീട് പാർട്ടി യോഗങ്ങളിലും വന്ന ചില വിമർശനങ്ങൾക്ക് ആസൂത്രിതവും സംഘടിതവുമായ സ്വഭാവമുണ്ടെന്ന് നേതൃത്വം കരുതുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ പരസ്യ വിമർശനങ്ങൾക്ക് പിന്നാലെ പാർട്ടി യോഗങ്ങളിലും നേതാക്കൾ മുഖം നോക്കാതെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണ്ടേ ഗോവിന്ദ? സമീപകാലത്ത് ഒന്നും നേതൃത്വത്തിനെതിരെ ഇത്ര വലിയ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉയർന്നു കേട്ടിട്ടേയില്ല.
അപ്രതീക്ഷിതമായിട്ടുള്ള കടന്നാക്രമണങ്ങളിൽ അമ്പരപ്പുണ്ടെങ്കിലും നിലവിട്ട മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി സെക്രട്ടറി എത്തുന്നു. ആക്ഷേപങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു മുഖ്യമന്ത്രി മാത്രമാണ്. വിമർശനങ്ങൾക്കും കേന്ദ്രീകൃത സ്വഭാവമുള്ളതിനാൽ പരമാവധി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത്. ശൈലിമാറ്റം ആവശ്യമില്ലെന്ന് മാത്രമല്ല, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നെടുന്തൂണാണ് പിണറായി എന്നുകൂടി വിശേഷിപ്പിക്കുവാൻ എം.വി. ഗോവിന്ദൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ വിമർശകരുടെ വായടപ്പിക്കാൻ പറ്റിയതാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്നാൽ CPM-ൽ തിരുത്തൽ വാദത്തിന് ശക്തിയേറുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ചിലതുകൂടി പറയാനുണ്ട് കേട്ടോ. പിണറായി മാറി ശൈലജ ടീച്ചർ CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2026-ലും CPM തന്നെ ഭരിക്കും. മുസ്ലിം ലീഗ് മലപ്പുറത്ത് ശക്തമാണ് എങ്കിലും കോൺഗ്രസിന്റെ പരമ്പരാഗത മേഖലകളിൽ ലീഗ് കോൺഗ്രസിന് ബാധ്യത തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2026 ഐക്യമുന്നണിയാണ് ഭരണത്തിൽ വരുന്നത് എങ്കിൽ അത് മുസ്ലിം ലീഗ് ഭരണമായിരിക്കും എന്നതിന് ആർക്കും ഒരു സംശയവും വേണ്ട. പ്രധാനപ്പെട്ട 6 വകുപ്പെങ്കിലും മലപ്പുറം മന്ത്രിമാർ അന്ന് കൈകാര്യം ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇത്തരമുള്ള സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ വിഭാഗം, പ്രത്യേകിച്ചും സിറോ മലബാർ സഭ UDF-നെതിരെ വോട്ട് ചെയ്യും. അത് കുറേ BJP-ക്കും ബാക്കി LDF-നും പോകും. പിണറായി മാറി ശൈലജ വന്നാൽ BJP-യിലേക്ക് പോയ ഒരു വിഭാഗം ഇഴവ വോട്ടുകൾ തിരികെ CPM-ന് ലഭിക്കുകയും ചെയ്യും. അതായത് ലോക്സഭാ കണക്ക് വെച്ച് കോൺഗ്രസിൽ നിന്ന് BJP-ക്ക് പോയ 6 ലക്ഷം വോട്ടുകൾ തിരികെ കോൺഗ്രസിൽ പോകില്ല എന്നും ഇത് പരിപൂർണമായി മുസ്ലിം വിരുദ്ധ വോട്ടുകളാണ് എന്നും, എന്നാൽ CPM-ൽ നിന്ന് BJP-ക്ക് ലഭിച്ച 4 ലക്ഷം വോട്ടുകളിൽ പകുതിയെങ്കിലും CPM-ന് തിരികെ ലഭിക്കുകയും ചെയ്യും. ഇവിടെ BJP എടുക്കുന്ന നിലപാട് നിർണായകമാകും. കോൺഗ്രസ് ഭരിക്കുന്ന കേരളം ഒരിക്കലും BJP-യുടെ താല്പര്യമല്ല. എന്നാൽ CPM ഭരിക്കുന്ന കേരളം എന്നത് BJP-യുടെ വളർച്ചയ്ക്കും ഗുണകരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സെലക്റ്റഡ് സീറ്റുകളിൽ BJP വോട്ട് മറിക്കും. മിനിമം 4% വോട്ടിൻ്റെ കുറവ് BJP-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഇത് BJP-ക്ക് നഷ്ടപ്പെട്ട വോട്ടുകളാകില്ല, സ്ട്രാറ്റജിക്കായി BJP പ്ലേസ് ചെയ്യുന്ന വോട്ടുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുപോലെ BJP പ്ലേസ് ചെയ്ത 5% വോട്ടുകളാണ് പിണറായിയുടെ തുടർ ഭരണത്തിൻ്റെ അടിസ്ഥാന കാരണം. ഇത് 2026-ലും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഗ്ലോറിഫൈഡ് കൊടിസുനിയെപ്പോലുള്ള ഒരാൾ പക്ഷേ ഈ സംസ്ഥാനം ഭരിക്കാതിരിക്കട്ടെ, പകരം KK ശൈലജയെ ഒന്ന് പരീക്ഷിക്കൂ എന്ന് പറഞ്ഞ P. ജയരാജൻ്റെ വാക്കുകളായിരിക്കും ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. സംസ്ഥാന സമിതിയിലടക്കം ഇനി ഒരു കൊടുങ്കാറ്റായി മാറാൻ പോകുന്നതും അത്തരത്തിലൊരു സ്ഥിതിവിശേഷമായിരിക്കും. KK ശൈലജയ്ക്ക് ഒരവസരം നൽകൂ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഈ പിണറായി വിജയനെ പോലുള്ളവർ ഈ പാർട്ടിയെ കൊന്നു തിന്നും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.